അമ്പലത്തിൽ പോയി ദർശനം നടത്തി തീർത്ഥം വാങ്ങി സേവിക്കുന്ന പതിവ് ഇന്നും ഭക്തന്മാർ തെറ്റിക്കാറില്ല. തീർത്ഥത്തിന് അതിൻ്റെതായ മഹത്വം കൽപ്പിക്കുന്നത് കൊണ്ടാണ് അതിനെ പുണ്യജലമെന്ന് പേരിട്ട് കുടിക്കുന്നതും. ഇതിൻ്റെ പുണ്യത്വവും പരിശുദ്ധിയും ചോദ്യം ചെയ്യുന്നവർ ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ അംഗീകരിക്കുന്നില്ല. ഹൈന്ദവ ഭവനങ്ങളിൽ ദേവസമാനമായി കരുതിയായിരുന്നു തുളസി നാട്ടിരുന്നതും തുളസിത്തറ കെട്ടി വിളക്ക് വച്ചിരുന്നതും. ക്ലേസ്റ്റഡ് വാട്ടർ എന്ന പേരിൽ വിദേശികൾ കണ്ടുപിടിച്ചിരിക്കുന്ന പരിശുദ്ധ ജലത്തിന് തുല്യം നിൽക്കുന്നതാണ് തുളസി ജലവും. ജലമലിനീകരണത്തെക്കുറിച്ച് പരിതപിക്കുന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരാണ് ക്ലേസ്റ്റഡ് വാട്ടർ കണ്ടുപിടിച്ചത്. ആധുനിക ശാസ്ത്രീയ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ രൂപം നൽകിയ ഈ ശുദ്ധജലം 2 തുള്ളി ഒരു ഗ്ലാസ് സാധാരണ വെള്ളത്തിൽ ഒഴിച്ചാണ് അവർ കുടിക്കുന്നത്. എന്നാൽ ബിംബത്തിൽ അഭിഷേകം ചെയ്ത് കിട്ടുന്ന തുളസി തീർത്ഥത്തിന് ക്ലേസ്റ്റഡ് വാട്ടറിൻ്റെ തുല്യമായ പരിശുദ്ധിയുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. തുളസി തീർത്ഥത്തിന് വേണ്ടി ക്ഷേത്രത്തിൽ തന്നെ പോകണമെന്നില്ല. വീട്ടിലും തുളസി തീർത്ഥം ഉണ്ടാക്കി സേവിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് പഴമക്കാർ വീട്ടിൽ തുളസി തീർത്ഥം ഉണ്ടാക്കി സേവിക്കുന്നത്. ഒരു പാത്രം വെള്ളമെടുത്ത് അതിൽ 4-5 തുളസിയില നുള്ളിയിട്ട ശേഷം അത് കുടിച്ചാലും ക്ലേസ്റ്റഡ് വാട്ടറിൻ്റെ ഗുണം തന്നെ. ശുദ്ധമായതും ശുദ്ധീകരിക്കാൻ കഴിവുള്ളതുമായ ജലം എന്ന മാനം കൽപ്പിച്ച് പൂജാസ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിൽ നൽകാറുള്ള ജലമാണ് തീർത്ഥജലം. ഈശ്വര സൃഷ്ടിയുടെ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ജലം. ദിവ്യമായ തീർത്ഥജലം ശിരസും ദേഹവും തളിക്കൽ കയ്യിൽ ആദരവോടെ സ്വീകരിച്ച് കുടിക്കുകയും ചെയ്യുന്നത് പുണ്യകർമ്മമായി ക്ഷേത്രവിശ്വാസികൾ കരുതുന്നു. തീർത്ഥജലം കുടിക്കുമ്പോൾ അവനവനിലെ പരമാത്മ ചൈതന്യം ഉണരുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി ഭക്തന് അനുഭവപ്പെടുമെന്നാണ് ക്ഷേത്രസങ്കല്പം. തീർത്ഥജലത്തിന് ഋഷിമാർ പറയുന്ന പേര് ആപസ്തത്വം എന്നാണ്.